മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലക്കുളത്തൂർ ഭട്ടതിരിയെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് പറയാം. തലക്കുളത്തൂർ ഭട്ടതിരിയുടെ മകൻ, കണിയാത്തിയിൽ ജനിച്ച മകനും കാശിവാസിയായി വന്ന തലക്കുളത്തൂർ ഭട്ടതിരിയും തമ്മിൽ കണ്ടു. അപ്പോൾ ഗണിച്ച് പറയുന്നത് ശരിയാവാത്തതിൻ്റെ കാരണമൊക്കെ മകന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ കേട്ടു നമ്മളല്ലേ. അന്ന് പശു പ്രസവിക്കുമ്പോൾ കാളയാവും എന്ന് പറഞ്ഞു, നെറ്റിയിൽ ചുട്ടുണ്ടാവും എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. അതുപോലെ പെൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞതും തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തു. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി. അവർ അച്ഛനും മകനും കൂടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഈ മകൻ പറഞ്ഞു, ഇന്ന് നമുക്ക് പാൽപ്പായസം കിട്ടും എന്ന് പറഞ്ഞു അത്രേ മകൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പാൽപ്പായസം ആണെങ്കിലും കരിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു അത്രേ. അതുപോലെ തന്നെ അവർക്ക് ഒരു നമ്പൂതിരി ഇതുപോലെ കുറേ പാൽപ്പായസം കൊടുത്തു അത്രേ. അത് കരിഞ്ഞതായിരുന്നു താനും. അപ്പോൾ മകന് സംശയം, ഞാൻ പറയുന്നതൊന്നും ശരിയാവാത്തത് എന്താ എന്ന് ഒരു സംശയം മകൻ അച്ഛനോട് ചോദിച്ചു. ഞാൻ എല്ലാം ശാസ്ത്രപ്രകാരം ലക്ഷണം നോക്കി തന്നെയാണ് പറയണത്, പക്ഷേ ഞാൻ പറയുന്നതൊക്കെ തെറ്റിപ്പോണത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അത്രേ. ഉടനെ അച്ഛൻ പറഞ്ഞു, ലക്ഷണം പറയുന്നതിനെ ശാസ്ത്രം ഗ്രഹിച്ചാൽ മാത്രം പോരാ, ഓരോന്നിനെക്കുറിച്ചും സൂക്ഷ്മമായിട്ട് നന്നായി ആലോചിച്ച് യുക്തിയോടുകൂടി പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അദ്ദേഹം ഓരോ സംഗതിയെക്കുറിച്ചും വിവരിച്ച് ഈ മകന് മനസ്സിലാക്കി കൊടുത്തു. നമ്പൂതിരി ആദ്യം വന്ന് അന്തർജനത്തിന് ഗർഭമുണ്ട് എന്ന് പറഞ്ഞ ലക്ഷണം കൊണ്ട് അതൊരു സ്ത്രീ പ്രജയാണ് എന്ന് മുമ്പ് പറഞ്ഞില്ലേ. സ്ത്രീ 10 മക്കളും 10ാമത്തെയും സ്ത്രീയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ നമ്പൂരി വേറെ വിദ്യ പ്രയോഗിച്ചു. ഒരു അതിഥിയായിട്ടൊരു ബ്രാഹ്മണൻ വന്നപ്പോൾ അദ്ദേഹം അതിനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തു. അവരത് ചെയ്തു. ആ പെണ്ണാവെന്ന് പറഞ്ഞത് ആൺകുട്ടിയായി. അപ്പോൾ അതുപോലെ ആദ്യം നമ്പൂരി വന്ന അന്തർജനത്തിന് ഗർഭമുണ്ട് എന്ന് പറഞ്ഞ ലക്ഷണം കൊണ്ട് അത് സ്ത്രീ പ്രജയാണ് എന്ന് വിചാരിക്കാനല്ലാതെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ബ്രാഹ്മണൻ വന്ന് അന്തർജനത്തിന് എന്തോ ജപിച്ചു കൊടുത്തു, അതിനെ പുരുഷനാക്കി. നീ ആദ്യത്തെ ലക്ഷണം മാത്രമേ നോക്കിയുള്ളൂ, അത് മാത്രമേ അടിസ്ഥാനമായിട്ട് നോക്കിയുള്ളൂ. പിന്നീട് നടന്ന സംഗതികളെപ്പറ്റി, നടക്കാൻ സാധ്യതയുള്ള സംഗതികളെ പറ്റി ഒന്നും വിചാരിച്ചില്ല. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നിനക്ക് തെറ്റിപ്പോയത്. അതുപോലെ ആ കാളക്കിടാവ് പശുവിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ അതിൻ്റെ വാല് വളഞ്ഞ് നെറ്റിയിലേക്ക് കിടന്നത് കൊണ്ടാണ് നിനക്ക് നെറ്റിയിൽ ചാർത്തുണ്ട് എന്ന് തോന്നിയത്. ആലോചനയും യുക്തിയും ഒന്നും പോരാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ തെറ്റിപ്പോണത് എന്ന് പറഞ്ഞു. ഇത്രയും ഈ അച്ഛൻ പറഞ്ഞപ്പോൾ, അപ്പോൾ പാൽപ്പായസം കരിഞ്ഞത് എങ്ങനെയാ അറിഞ്ഞേ? അച്ഛൻ പറഞ്ഞല്ലോ പാൽപ്പായസം കിട്ടും, പക്ഷേ അത് കരിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് അതുപോലെ പറ്റും ചെയ്തു. അതെങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചു. അപ്പോൾ പാൽപ്പായസം കിട്ടും എന്ന് നീ എങ്ങനെയാണ് നിശ്ചയിച്ചേ എന്ന് ചോദിച്ചു അച്ഛൻ മകനോട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോഴേ നമ്മുടെ വലത്തുവശത്തായി ഒരു ചക്രവാക മിഥുനം. ചക്രവാകം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പനാണ് എന്നാണ് തോന്നണത്. അത് 2 ആണും പെണ്ണും ഉണ്ടായിരുന്നു അത്രേ. വന്ന് ഒരു പാലുള്ള വൃക്ഷത്തിൽ ഇരിക്കണത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പാൽപ്പായസം കിട്ടും എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വൃക്ഷത്തിൽ ഇരുന്നു എന്നുള്ളതേ നീ നോക്കിയുള്ളൂ. ആ പക്ഷികൾ വന്ന് ഇരുന്നത് ഒരു ഉണങ്ങിയ കൊമ്പുമ്മലാണ്, അതുകൊണ്ടാണ് പാൽപ്പായസം കരിഞ്ഞതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോ സംഗതിയും സൂക്ഷ്മമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ലക്ഷണം പറയാൻ എന്ന് അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭട്ടതിരി പറഞ്ഞു കൊടുത്തതൊക്കെ മകൻ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ കണിയാർ അതുപോലെ ഓരോന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയും ആലോചിച്ചും
ഒക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ തന്നെ മകൻ പറയുന്നതും ശരിയായി തുടങ്ങി എന്നാണ് പറയണത്. പിന്നെ ജീവിതം അവസാനം വരെ ഭട്ടതിരി ആ കണിയാരുടെ പഠിപ്പുരയിൽ തന്നെ താമസിച്ചു. അപ്പോൾ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഗതികൾ മകന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാലേ ശവം ഡെഡ് ബോഡി ആ പഠിപ്പുരയിൽ തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിരുന്നു അത്രേ. ആ സ്ഥലത്തിരുന്ന് പ്രശ്നം വെച്ച് പറയുന്നവർ എല്ലാം സൂക്ഷ്മമായിട്ട് കിട്ടും. ഭട്ടതിരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് പോലെ അപ്പോൾ അദ്ദേഹം മരിച്ചതിൻ്റെ ശേഷം ജഡം ആ പഠിപ്പുരയിൽ തന്നെ സ്ഥാപിച്ചു എന്നാണ് പറയണത്. അതിന് ശേഷം അവിടെ ഇരുന്നല്ലാതെ പ്രശ്നം വയ്ക്കില്ല എന്നും ഏർപ്പാട് വെച്ചു ഈ മകൻ. ഇതിനാലാണ് ഈ പാഴൂർ പഠിപ്പുരയ്ക്ക് എത്രയും വിശേഷം ഉണ്ടായത് എന്നാണ് പറയണത്. ഈ പഠിപ്പുര കൂടാതെ അവിടെ വേറെയും പഠിപ്പുരകളുണ്ട് അത്രേ. ഈ ഒരു പഠിപ്പുര കൂടാതെ അവിടെ വേറെയും പഠിപ്പുരയുണ്ട് അത്രേ. പക്ഷേ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് പറയണത്. അതിന് ഒരു കാരണം ഉണ്ട് എന്നാണ് പറയണത്. ഈ പാഴൂർ കണിയാർ, ഈ ഭട്ടതിരിയുടെ മകനായ പാഴൂർ കണിയാർ, അവിടെ പഠിപ്പുര 3 ഉണ്ട്. അവയിലൊന്ന് കണിയാരുടെ ഈ വീടിൻ്റെ തെക്കുവശത്തുള്ള നദിയുടെ തീരത്താണ്. അവിടെ വെച്ചാണ് ഭട്ടതിരിയും കണിയാരും കൂടി മറ്റേ കണിയാരുടെ അമ്മ ആയിട്ടുള്ള കണിയാത്തിയും കൂടി സഹശയനം ഉണ്ടായത് എന്നാണ് പറയണത്. ഈ മകൻ ജനിക്കാനുണ്ടായ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പുഴയെന്ന് കളിച്ച് കഴിഞ്ഞ് രാത്രിയിൽ കണ്ണ് കാണാതെ അവിടെ വന്ന് കിടന്നു എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഈ മകൻ ഉണ്ടായത്. ആ കണിയാത്തി ആളറിയാതെ വന്ന് കൂടെ കിടന്നു. അങ്ങനെയാണ് ഈ കണിയാൻ മകൻ ഉണ്ടായത്. അപ്പോൾ അത് ആ പഠിപ്പുരയിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് പറയണത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ സ്ഥലം കെട്ടിസൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അതല്ലാതെ ആ സ്ഥലം വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. പിന്നെ 2 പഠിപ്പുരയുള്ളത്, ഒന്ന് വീടിൻ്റെ കിഴക്കുവശത്തും പിന്നെ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. അവയിൽ ഈ പടിഞ്ഞാറുള്ള പഠിപ്പുരയിലാണത്രേ ഭട്ടതിരിയുടെ മൃതശരീരം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ കണിയാർ രാശി വയ്ക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാക്ഷാൽ പഠിപ്പുരയുടെ കിഴക്കുവശത്തുള്ള പഠിപ്പുരയ്ക്കും മാഹാത്മ്യം കുറവൊന്നുമില്ല. എന്നാലും ആ പഠിപ്പുരയ്ക്ക് ഉണ്ടായതിൻ്റെ കാരണം ആ പഠിപ്പുരയ്ക്ക് ഉണ്ട് അത്രേ. ഒരു കിഴക്കുവശത്തുള്ള പഠിപ്പുരയ്ക്കും മാഹാത്മ്യം കുറവില്ല. അതിന് മാഹാത്മ്യം ഉണ്ടാവാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. ഭട്ടതിരിയുടെ അനുഗ്രഹവും മാഹാത്മ്യവും എല്ലാം അറിഞ്ഞുകൊണ്ടും ആ ശാസ്ത്രത്തിൻ്റെ ആ ജ്യോതിഷ ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനം കൊണ്ടും പാഴൂർ കണിയാൻ ഏറ്റവും പ്രസിദ്ധനായതിൻ്റെ ഒരു ശേഷം അവനെ ഒന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങനെ ലോകപ്രശസ്തനായി. പറയുന്നവർക്ക് മുഴുവനും അച്ചിട്ടാണ് പറയണത് കണിയാർ. അങ്ങനെ ആയപ്പോൾ ഈ ബുധനും ശുക്രനും കൂടി വേഷം മാറി ബ്രാഹ്മണ വേഷം ധരിച്ച് കണിയാരുടെ അടുക്കൽ ചെന്നു. അവർ ചെന്നിരുന്നിട്ട് ആ കിഴക്കേ അറ്റത്തുള്ള പഠിപ്പുരയുണ്ടല്ലോ, ആ പഠിപ്പുരയിൽ 2 ബ്രാഹ്മണർ തന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് ആരോ ചെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട ഉടനെ കണിയാർ ആ പഠിപ്പുരയ്ക്കൽ ചെന്നു. ആദരവോടെ അങ്ങനെ വന്ദിച്ചു. എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണർ ചോദിച്ചു, ഇപ്പോൾ ബുധശുക്രന്മാർ ഏത് രാശിയിലാണ് എന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കണിയാർ പഞ്ചാംഗം എടുത്ത് നോക്കിയിട്ട് ഇന്ന രാശികളിലാണ് ബുധനും ശുക്രനും നിൽക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർ അതുകൊണ്ട് മതിയായില്ല, ഗ്രഹങ്ങളെ ഗണിക്കാനും മറ്റും ഞങ്ങൾക്കും കുറേശ്ശെയൊക്കെ അറിയാം, ഞങ്ങൾ ഗണിച്ചിട്ട് അങ്ങനെയല്ലല്ലോ കണ്ടത്, അതുകൊണ്ട് കണിയാർ ഒന്നുകൂടെ ഒന്ന് ഗണിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണിയാർ ഗണിച്ചു നോക്കാനൊന്നുമില്ല, ഞാൻ ഈ പഞ്ചാംഗം അടിയൻ സൂക്ഷ്മമായിട്ട് ഗണിച്ചിട്ടുള്ളതാണ്, അതിൽ നോക്കിയിട്ടാണ് അടിയൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ കണിയാർ ഒന്നുകൂടി ഗണിച്ചു നോക്കി തന്നെ പറയണം എന്ന് ഈ ബ്രാഹ്മണർ ശാഠ്യം പിടിച്ചു. ഇങ്ങനെ ബ്രാഹ്മണർ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കണിയാർ ബുധശുക്രന്മാരെ പിന്നെയും ഗണിച്ചു നോക്കി. അപ്പോൾ ആദ്യം നോക്കിയ പോലെ അല്ല, പഞ്ചാംഗത്തിലുള്ള പോലെ അല്ല കണ്ടത്. ഉടനെ ബ്രാഹ്മണർ
പഞ്ചാംഗം ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സമ്മതമായോ എന്ന് ചോദിച്ചു. എന്നാൽ ഇപ്പോൾ ഗണിച്ചതും കൂടി ശരിയല്ല, ശരിയാണെന്ന് തോന്നണില്ല, ഇപ്പോൾ പറഞ്ഞതും ശരിയാണെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. കണിയാർ നല്ല പോലെ മനസ്സിരുത്തി ഒന്നുകൂടെ ഗണിക്കണം എന്ന് പറഞ്ഞു ആ ബ്രാഹ്മണർ. കണിയാർ വീണ്ടും ഗണിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബ്രാഹ്മണർ മുമ്പേ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറിയിരുന്നു. സാക്ഷാൽ ബുധനും ശുക്രനുമാണ് മുമ്പിലിരിക്കുന്നതെന്ന് പാവം കണിയാർക്ക് അറിയില്ല. വേഷം മാറിയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പേ ഇരുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് മാറിയിരുന്നപ്പോൾ കണിയാർ രണ്ടാമത് ഗണിച്ചപ്പോൾ ഉള്ള പോലെയും ആദ്യം ഗണിച്ചതുപോലെയും ഒന്നുമല്ല കാണണത് മൂന്നാമത് ഗണിക്കുമ്പോൾ. ഇങ്ങനെ കണിയാർ പല പ്രാവശ്യം ഗണിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബ്രാഹ്മണർ സ്ഥലം മാറിയിരിക്കുകയും ഒക്കെ ചെയ്തു. ബുധശുക്രന്മാരുടെ സ്ഥിതി മാറി മാറി കാണാൻ തുടങ്ങി. നോക്കുമ്പോഴൊക്കെ ഈ തൊട്ട് മുമ്പേ ആദ്യം നോക്കിയതിൽ ഒന്നുമല്ല ബുധശുക്രന്മാരെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണിയാർക്ക് സംശയം തുടങ്ങി. ഇവർ വെറും ബ്രാഹ്മണരല്ല, ഈ ബുധനും ശുക്രനും കൂടി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്നൊക്കെ ആലോചിച്ചു. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തേന്നോ, അടിയന് ഒരു ഗ്രന്ഥം ഒന്ന് നോക്കാനുണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഗണിച്ചാൽ ഒരിക്കലും തെറ്റ് പറ്റില്ല, ഞാൻ അതൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ഗ്രന്ഥം അകത്ത് ചെന്നിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് അത് നോക്കി ഗണിക്കാം. ഇത്രയും നേരം നോക്കിയതൊക്കെ തെറ്റിപ്പോയി, ആ ഗ്രന്ഥത്തിൽ നോക്കിയാൽ എന്തായാലും തെറ്റ് പറ്റാൻ വഴിയില്ല, ഞാനത് എടുത്തു കൊണ്ടുവരാം, അതുവരെ തമ്പുരാക്കന്മാർ ഇവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ആവാം എന്ന് ആ ബ്രാഹ്മണർ സമ്മതിക്കുകയും ചെയ്തു. ആ പുസ്തകം എടുത്തു കൊണ്ടുവന്നോളൂ, ഞങ്ങളിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കണിയാർ പറഞ്ഞു, അങ്ങനെ അങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല, ഇതിനെ തീർച്ചയാക്കാതെ, ഇതിനൊരു ഉറപ്പ് വരുത്താതെ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല എന്നെനിക്ക് അങ്ങനെ ഇതിനൊരു തീർപ്പ്, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ എനിക്കത് കുറച്ചിലാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നല്ലാതെ നിങ്ങൾ പോവില്ല എന്ന് എന്നോട് സത്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അതുപോലെ ആ ബ്രാഹ്മണർ ആ കണിയാനോട് സത്യം ചെയ്തു, നീ തിരിച്ചു വന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് സത്യം ചെയ്തു. ആ കണിയാരെന്ത് ചെയ്തു, അകത്ത് ചെന്ന് ജീവൻ വെടിഞ്ഞു എന്നാണ് പറയണത്, ആത്മഹത്യ ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ കണിയാർ തിരിച്ചു വരാതെ ഇവർ പോവില്ല എന്ന് സത്യം ചെയ്തത് കൊണ്ട് പോവാൻ പാടില്ലല്ലോ. അപ്പം ബുധശുക്രന്മാർ ആ പടിപ്പുരയിൽ തന്നെ ലയിച്ചു എന്നാണ് പറയണത്. അതിനാലാണ് ആ പടിപ്പുരയിൽ ബുധശുക്രന്മാരുടെ സാന്നിധ്യം ഇന്നും ഉണ്ട് എന്നാണ് വിശ്വാസം. ഇപ്രകാരമാണ് ഈ കിഴക്കേ പടിപ്പുരയ്ക്കും മാഹാത്മ്യം ഉണ്ടായത് എന്ന് പറയുന്നു. പടിഞ്ഞാറേ പടിപ്പുരയിൽ എന്താ മാഹാത്മ്യം, അവിടെ ഭട്ടതിരിയുടെ ജഡം അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, അതിൻ്റെ മാഹാത്മ്യം. അതിന് കിഴക്കേ പടിപ്പുരയ്ക്ക് ബുധശുക്രന്മാർ അവിടെ തന്നെ ലയിച്ചു പോയതിൻ്റെ മാഹാത്മ്യം. ഇങ്ങനെയൊക്കെയാണ് തലക്കുളത്തൂർ ഭട്ടതിരിയുടെയും പാഴൂർ പടിപ്പുരയുടെയും ഒക്കെ കഥകൾ. ഈ കഥകൾ കേൾക്കുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒരു ലൈക്ക് കമൻറ്റ് ഒക്കെ തന്നാൽ ഒരുപാട് സന്തോഷം. അടുത്തൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.